തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം വലിയ തോതിൽ വിഷയമായിരുന്ന ഒരു സംഭവമായിരുന്നു മുസ്ലിം ലീഗ് സമസ്തയുമായിട്ടുള്ള പ്രശ്നം. സമസ്തയെ എങ്ങനെയും തകർക്കുക എന്നുള്ള മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ആ ഘട്ടത്തിലെല്ലാം ഉയർന്നു വന്നിരുന്നത്. PMA സലാമിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ലോബി ലീഗിനെ തകർത്തുകൊണ്ട് വ്യത്യസ്ത ചേരികളാക്കി മാറ്റാനുള്ള ഒരു നീക്കങ്ങളെല്ലാം നടന്നിരുന്നു. ഈ നീക്കങ്ങൾക്കെതിരെ സംസ്ഥാന നേതൃത്വം ശക്തമായ ഭാഷയിൽ രംഗത്ത് വരികയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ താൽക്കാലികമായ വെടിനിർത്തലിനു വേണ്ടി കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടത്തി പാതി വിജയിച്ച ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ വലിയ തോതിലുള്ള കോലാഹലങ്ങൾക്ക് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം പോലെ അല്ലെങ്കിൽ വെടിനിർത്തൽ ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കാരണം റബീഉൽ എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള പല പരിപാടികളിലും കൃത്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ തിരികെ കയറ്റി നടത്താനുള്ള ചില ശ്രമങ്ങൾക്ക് നീക്കങ്ങൾക്ക് സമസ്ത തന്നെ തടയിട്ടിരുന്നു. വിശ്വാസികളും ആണ് ഇതിൽ പങ്കെടുക്കേണ്ടത്, ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സമസ്ത ഇവിടെ സ്വീകരിച്ചത്. കാരണം UDFിനകത്ത് വലിയ ശക്തിയായി മാറിയിരിക്കുന്ന മുസ്ലിം ലീഗിനകത്ത് തന്നെ വലിയൊരു ഘടകമായിരിക്കുന്ന സമസ്ത. കാരണം സമസ്തയുടെ അണികളാണ് മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കൂടുതൽ അണികൾ അല്ലെങ്കിൽ പ്രവർത്തകർ എന്ന് പറയുന്നത്. അപ്പോൾ സമസ്തയെ വളരെ അനുനയിപ്പിച്ച് കൂടെ നടത്തുന്ന ഒരു സമീപനമായിരുന്നു മുൻകാലങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്തു വന്നിരുന്നത്. എന്നാൽ പിന്നീട് വന്ന PMA സലാമിനെ പോലെ അടക്കമുള്ള അങ്ങനെ വന്ന പല നേതാക്കന്മാരുടെയും ഇടപെടലുകളും മറ്റും കാര്യങ്ങളും സംശയാസ്പദമായിരുന്നു. കാരണം സമസ്തയ്ക്കുള്ളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ലീഗിന് തന്നെ ഒരു കോർ ഉണ്ടാക്കിക്കൊണ്ട് മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം ഇവർക്ക് ഇടയിലുണ്ടായിരുന്നു. അതായത് ലീഗിനെ സമസ്തയെ പിളർത്തുന്നതിനായിട്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലടക്കം വലിയ യോഗങ്ങളും മറ്റു കാര്യങ്ങളും രഹസ്യയോഗങ്ങളും അടക്കം ഇവർ ചേർന്നിരുന്നു. ഗൂഢാലോചന നടത്തി പലതരത്തിലുള്ള യോഗങ്ങൾ നടത്തി എങ്കിൽ പോലും വലിയ തോതിൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. കാരണം സമസ്തയെ നിയന്ത്രിക്കുന്നത് കൃത്യമായി വ്യവസ്ഥാപിതമായ രീതിയിലുള്ള നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ ലീഗുകാരുടെ രാഷ്ട്രീയ കളിയൊന്നും അങ്ങോട്ടേക്ക് ഏൽക്കില്ല എന്നുള്ള നിലപാടാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു സുപ്രഭാതം പത്രത്തിൻ്റെ ഗൾഫ് എഡീഷനുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വലിയ വിവാദങ്ങൾ. അതായത് സുപ്രഭാതം പത്രത്തിൻ്റെ വിദേശ ഗൾഫ് എഡീഷൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നെല്ലാം ലീഗ് നേതാക്കൾ വിട്ടുനിന്നത് വലിയ തോതിൽ ചർച്ചയും വാർത്തയും എല്ലാം ആയിരുന്നു. ഈ സമയം തന്നെ ചന്ദ്രിക വലിയ തോതിൽ ഗൾഫിൽ വലിയ സംഭവങ്ങൾ നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളും മറ്റും പുറത്തു വന്നുവെങ്കിലും അത് ചാവിള്ളയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം കൃത്യമായി പറഞ്ഞാൽ അവിടെ സമസ്തയുടെ പത്രമായ സുപ്രഭാതം ഇട്ടിരുന്ന പല വീടുകളിലും പല വരിക്കാർക്ക് മുന്നിലേക്കും ഒരു ദിവസം സുപ്രഭാതം പെട്ടെന്ന് ഒഴിവാക്കിക്കൊണ്ട് ചന്ദ്രിക പത്രം കടന്നു ചെല്ലുന്ന കാഴ്ചയെല്ലാം പ്രവാസികൾക്ക് കാണാനായി. എന്നാൽ അവർ അന്നേ ദിവസം തന്നെ ചന്ദ്രികയെ വലിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല സുപ്രഭാതത്തെ മാറോട് ചേർക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതോടെ ലീഗിനൊരു കാര്യം മനസ്സിലായി. അതായത് വളഞ്ഞ വഴികളിലൂടെ ചെന്നുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന സമസ്തയെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. താൽക്കാലികമായിട്ടെങ്കിലും ഇവരുമായിട്ടൊരു സന്ധിയിലാകൽ മാത്രമാണ് മാർഗം എന്ന് മനസ്സിലായി. തുടർന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അടക്കം വലിയ തോതിലുള്ള ചർച്ചകളും മറ്റും നടത്തുകയും ഇടപെടലുകളെല്ലാം നടത്തുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും തയ്യാറെടുക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമസ്ത കൃത്യമായ താക്കീത് തന്നെ നൽകുന്നുണ്ട്. കാരണം ഈ പറയുന്ന അല്ലെങ്കിൽ സമസ്തയുടെ ലേബലിൽ അല്ലെങ്കിൽ സമസ്ത കൂടി പങ്കെടുത്ത് വിജയിപ്പിച്ച ലീഗിൻ്റെ പല നേതാക്കന്മാരും പാർലമെൻറ്റിലടക്കം നിയമസഭയിലടക്കം എവിടെയെങ്കിലും എത്തിയെങ്കിൽ കൃത്യമായി അവർ പ്രതിദാനം ചെയ്യുന്ന ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിന് ആനുപാതികമായ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചോ അവരുടെ അവകാശങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ പോലും ഈ നേതാക്കന്മാർ തയ്യാറായില്ല എന്നുള്ള വലിയ തോതിലുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ മടിക്കില്ല എന്നുള്ള നിലപാടാണ് സമസ്ത പറയുന്നത്. അതായത് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം ലീഗിന് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതരുത് എന്നുള്ള ഉള്ളിലുള്ള ധ്വനിപ്പിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സമസ്തയെ പിണക്കിയാൽ നന്നാകില്ല എന്ന് UDFിനും അറിയാം, കോൺഗ്രസിനും അറിയാം, ലീഗിനും അറിയാം, ലീഗിലെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതൃത്വത്തിനും അറിയാം. പക്ഷേ PMA സലാമിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു നീക്കം, സമസ്തയെ തകർക്കാനുള്ള നീക്കത്തെ ഏത് വിധേനയും തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് സമസ്ത മുന്നോട്ട് പോകുന്നത്. സമസ്തയെ തകർക്കാനാകില്ല എന്നും ഇവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഏതായാലും വരുന്ന ആളുകളിൽ സമസ്തയെ തകർക്കാനിറങ്ങിയ PMA സലാമിന് നേരിടേണ്ടി വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോഴേ ആശങ്ക മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്.